അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഔദ്യോഗിക ഹെലികോപ്റ്ററായ മെറൈൻ വണ്ണും ഒരു കൊമേഴ്ഷ്യൽ പാസഞ്ചർ വിമാനവും തമ്മിൽ ആകാശത്ത് വെച്ച് അപകടകരമായ രീതിയിൽ അടുത്തെത്തിയ സംഭവത്തിൽ US അധികൃതർ ഔദ്യോഗിക അന്വേഷണത്തിന് ഉത്തരവിട്ടു. വാഷിംഗ്ടണിൽ ചൊവ്വാഴ്ചയാണ് ലോകത്തെ ഞെട്ടിച്ച ഈ സുരക്ഷാ വീഴ്ച അരങ്ങേറിയത്. ആൻഡ്രൂസ് എയർഫോഴ്സ് ബേസിലേക്ക് ലാൻഡ് ചെയ്യാൻ പറഞ്ഞ അമേരിക്കൻ എയർലൈൻസിന്റെ എംബ്രയർ E-170 പാസഞ്ചർ വിമാനവും കാലിഫോർണിയയിലെ യാത്ര തിരിക്കുകയായിരുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മെറൈൻ വൺ ഹെലികോപ്റ്ററുമായാണ് വളരെ അടുത്ത ദൂരത്തിലേക്ക് എത്തിയത്. ഇരു വിമാനങ്ങളും തമ്മിൽ 1 മൈൽ കുറഞ്ഞ ദൂരം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആകാശത്ത് വൻ ദുരന്തം ഒഴിവായത് വലിയൊരു അത്ഭുതമാണെന്നാണ് വ്യോമയാന വിദഗ്ധരുടെ വിലയിരുത്തൽ. സംഭവത്തിൽ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയോ മറ്റ് അപകടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന് വൈറ്റ് ഹൌസ് വക്താക്കൾ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട്. എയർ ട്രാഫിക് കൺട്രോളർമാരുടെ ഭാഗത്തുണ്ടായ തെറ്റായ ആശയവിനിമയ ഫലമായാണ് ഈ ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വ്യോമപാത നിയന്ത്രിക്കുന്നതിൽ ജീവനക്കാർക്ക് വന്ന പിഴവിനെക്കുറിച്ച് ദേശീയ ഗതാഗത സുരക്ഷാ ബോർഡ് സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിമാനങ്ങളുടെ സുരക്ഷിത യാത്ര ഉറപ്പുവരുത്തുന്നതിൽ എയർ ട്രാഫിക് കൺട്രോളർമാരുടെ പങ്ക് നിർണായകമായിരിക്കെ ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതും അതീവ പരിശീലനം ലഭിച്ചതുമായ ഏവിയേറ്റർമാരാണ് മെറൈൻ വൺ ഹെലികോപ്റ്റർ നിയന്ത്രിക്കുന്നത് എന്ന കാര്യം വൈറ്റ് ഹൌസ് എടുത്തു പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റിന് യാതൊരു വിധത്തിലുള്ള സുരക്ഷാ ഭീഷണിയോ അപകടമോ നേരിടേണ്ടി വന്നിട്ടില്ലെന്ന് വൈറ്റ് ഹൌസ് വക്താവ് കുഷ് ദേശായി വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചു. പ്രസിഡന്റിന്റെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള എല്ലാ മുൻകരുതലുകളും പൈലറ്റുമാർ സ്വീകരിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. എങ്കിലും അതീവ രഹസ്യ സ്വഭാവമുള്ളതും US പ്രസിഡന്റിനെ വഹിച്ചുകൊണ്ടുള്ളതുമായ ഒരു വിമാനത്തിന്റെ കാര്യത്തിൽ ഇത്തരം വീഴ്ചകൾ ഉണ്ടായത് ഗൗരവത്തോടെയാണ് സുരക്ഷാ ഏജൻസികൾ കാണുന്നത്. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ എയർലൈനുകളോ മറൈൻ വൺ ഹെലികോപ്റ്ററുകൾ നിയന്ത്രിക്കുന്ന US മറൈൻ കോർപ്സോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. വ്യോമയാന മേഖലയിലെ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ഭാഗമായി ആകാശത്ത് സഞ്ചരിക്കുന്ന വിമാനങ്ങൾ തമ്മിൽ കൃത്യമായ അകലം പാലിക്കേണ്ടതുണ്ട്. നിയമപ്രകാരം വിമാനങ്ങൾ തമ്മിൽ 1.5 മൈൽ തിരശ്ചീനമായ അകലവും 500 അടി ലംബമായ വ്യത്യാസവും ഉണ്ടായിരിക്കണമെന്നാണ് സുരക്ഷാ ചട്ടങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നത്. എന്നാൽ ഈ മാനദണ്ഡങ്ങളെല്ലാം ലംഘിക്കപ്പെടുന്ന തരത്തിലുള്ള സാഹചര്യമാണ് ചൊവ്വാഴ്ച വാഷിംഗ്ടൺ ആകാശത്ത് രൂപപ്പെട്ടത്. ഈ സുരക്ഷാ വീഴ്ചയുടെ കാരണം കണ്ടെത്താനും ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ US ഗതാഗത സുരക്ഷാ ബോർഡും ബന്ധപ്പെട്ട മറ്റ് ഏജൻസികളും.